ഹായ് ഫ്രണ്ട്സ്, വിഷക്കലിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മുടെ ഈ ജനറേഷൻ അങ്ങനെ ആർക്കും ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിഷക്കലിനെ കുറിച്ച് കേട്ടു. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കിയാലോ എന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് കണ്ടാലോ അതെന്താണെന്ന്. ഇതാണ് സാധനം. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് മമ്മിയോട് ചോദിക്കാവേ. കല്ല് പാമ്പും വിഷം കാലിൽ വന്നു കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കും. അതെങ്ങനെയാണ് നമ്മളപ്പോൾ ചെയ്യുക? എങ്ങനെയത് ഇത് ചെയ്യാന്ന് വെച്ചാൽ ആരാണ് പാമ്പ് കടിച്ച് വരണേന്ന് വെച്ചാൽ ആളുടെ കാല് ആ മുറിവ് പറ്റിയേക്കുന്ന സ്ഥലത്ത് പതുക്കെ ഒന്ന് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് ഈ കല്ല് അതിൽ പതിക്കണം. അവിടെ മുറിവിൽ തന്നെ? ആ മുറിവിൽ തന്നെ. അപ്പൊ ആ ചോരയിൽ ഇത് പിടിച്ചിരിക്കും. എന്നിട്ട് ആ ആളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തിന്റെ ആ പുറത്തേക്ക് വരാൻ പോണ ആ രക്തത്തിൽ വിഷം ഉണ്ടെങ്കിൽ ആ വിഷം ഈ കല്ല് വലിച്ചെടുത്ത് അത് ഇത് ചെയ്യും. ഈ കല്ല് പൊട്ടുന്നതോ? കല്ല് പൊട്ടുന്നത് വിഷത്തിന്റെ ശക്തിയിലാണ് അത് ചിന്നണേന്ന് പറയുന്നത്. ഈ പാമ്പിന്റെ വിഷം എങ്ങനെയാ അപ്പൊ കളയാ? പാമ്പിന്റെ വിഷം കളയണത് നമ്മളിത് ആദ്യം തന്നെ ഈ സാധനം കൊണ്ടുവന്ന് ചൂടുപാലിലിട്ട് അത് കഴിഞ്ഞ് അത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് പിന്നെ തണുത്ത വെള്ളത്തിലിട്ട് പിന്നെ അതിന്റെ പുറത്തെടുത്ത് അരമണിക്കൂർ കഴിയുമ്പോൾ പുറത്തെടുത്ത് വെച്ച് സൂര്യപ്രകാശം അടിപ്പിച്ച് അതിനുശേഷം അത് വീണ്ടും ചൂടുവെള്ളത്തിലിട്ട് അങ്ങനെ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിക്കൂർ വെച്ച് വെള്ളത്തിലിട്ട് ശുദ്ധീകരിച്ച് പുറത്ത് വെച്ച് സൂര്യപ്രകാശം കൊണ്ട് ആ സാധനം ഉണങ്ങി കഴിയുമ്പോൾ കല്ല് എടുത്ത് നമ്മുടെ ടിന്നിലിട്ട് വെക്കണം. കാലിന്റെ മുറിവ്, അതായത് പാമ്പ് കടിച്ച ഭാഗത്ത് തന്നെയാണോ അത് കട്ട് ചെയ്യുന്നത്, അതെയോ അതിന്റെ വേറെ ബാക്കിലോ, അതായത് കുറച്ചും കൂടെ പൊക്കത്തോ അങ്ങനെയാണ്? പാമ്പ് കടിച്ചതിന് തൊട്ട് മുകളിൽ ചെറുതായിട്ട് പൊട്ടിക്കാം. പൊട്ടിച്ചിട്ട് അവിടെ നമുക്ക് അറിയാൻ പറ്റും, ബ്ലഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വന്നാൽ മതി. അപ്പോഴേക്കും കല്ല് പിടിച്ചിരിക്കും അങ്ങോട്ട്. ഈ കല്ല് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഇത് നമുക്ക് കിട്ടിയത് കർണാടകയിലെ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിൽ നിന്ന് ഒരു സിസ്റ്റർ ഇവിടെ വന്നപ്പോൾ, നമ്മുടെ ആന്റി സിസ്റ്റർ വന്നപ്പോൾ തന്നതാണ്. അപ്പൊ ഇവിടെ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടോ? പലരും വന്ന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ആത്മവിശ്വാസക്കുറവ് കൊണ്ട് നമ്മൾ ഈ വന്ന പേഷ്യന്റിന് കല്ല് വെച്ച് കെട്ടി വിട്ടിട്ട് വൈദ്യന്റെ അടുത്തേക്ക് വിടും. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിട്ട് അത് ഇതിലും കർണാടക ഭാഗത്താണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ പാമ്പുകളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അവിടെ ആളുകൾ ഇതുപോലെ ഈ ആദിവാസികളൊക്കെ ആണല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർ പെട്ടെന്ന് ഓടി വന്നത് ഈ കല്ല് വെച്ചാണ്. അവര് ഓടി വന്ന് ഈ കല്ല് വെച്ച് വിഷം കളയും.